ഈ 26 വർഷത്തിന് ശേഷം BJP-യുടെ ഡൽഹിയിലെ അധികാരവാഴ്ചയാണ്. അപ്പോൾ സ്വാഭാവികമായും അവർ വലിയ ആഘോഷമാക്കുന്നു. അങ്ങനെ രാംലീല മൈതാനി നിറഞ്ഞു കവിഞ്ഞ് ഡൽഹിയിലെ അധികാരമേറൽ ആഘോഷമാക്കുകയാണ് BJP, അല്ലേ വിനിത? തീർച്ചയായും അങ്ങനെ തന്നെയാണ് ഹാഷ്മി. അതിലൊരു വലിയ ആഘോഷം ഏതാണ്ട് ഇന്നലെ മുതൽ തന്നെ പാർട്ടി ആസ്ഥാനത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഈ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നടക്കുന്ന ആ മൈതാനത്തിന് പുറത്ത് വലിയ ആൾക്കൂട്ടമുണ്ട്. അവിടെ വലിയ ആഘോഷ പരിപാടികളൊക്കെ ഉണ്ട്. ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതാണ്ട് 26 വർഷത്തിന് ശേഷം ഈ രാജ്യതലസ്ഥാനത്ത് അധികാരത്തിലേക്ക് എത്തുകയാണ് BJP. അതിന്റെ വലിയ ഒരു ആവേശം പാർട്ടി അംഗങ്ങൾക്കടക്കമുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ 2016-ലും 2013-ലും ഒക്കെ മോദി തരംഗം ആഞ്ഞടിച്ചപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാംലീല മൈതാനിലേക്ക് എത്തുകയാണ്. അവിടെ പ്രധാനമന്ത്രിയെ കാത്ത് ഇരിക്കുകയായിരുന്നു തോന്നുന്നു. ഒരു ഒട്ടുമിക്ക BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ഏക്നാഥ് ഷിൻഡെ, മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് അടക്കം അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അമിത്ഷാ ഉണ്ട്, രാജ്നാഥ് സിംഗ് ഉണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട ഒട്ടുമിക്ക എല്ലാ നേതാക്കളും മുഖ്യമന്ത്രിമാരൊക്കെ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ വേദിയിലേക്ക് എത്താൻ വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു എന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ അധികം വൈകാതെ സത്യപ്രതിജ്ഞ ചടങ്ങ് തുടങ്ങും എന്ന് വേണം മനസ്സിലാക്കാൻ. വിനിത, പ്രധാനമന്ത്രി കൂടി വേദിയിലേക്ക് എത്തി. തീർച്ചയായും ഹാഷ്മി, പ്രധാനമന്ത്രി വേദിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അദ്ദേഹം മറ്റ് നേതാക്കളെ കാണുന്നുണ്ട്, അവരുമായി സംസാരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഇനി മറ്റ് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങുകളൊക്കെ തന്നെ ആരംഭിക്കും. വിപുലമായിട്ടുള്ള പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നത്. മറ്റ് NDA ഭരിക്കുന്ന സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാർ, ഉപമുഖ്യമന്ത്രിമാർ, നേതാക്കൾ, കേന്ദ്രമന്ത്രിമാർ അടക്കം മറ്റ് വിവിധ മേഖലകളിൽ നിന്നുള്ള സിനിമാ മേഖല, കായിക മേഖല എന്നിങ്ങനെയുള്ള വിവിധ മേഖലകളിൽ നിന്നടക്കമുള്ള അതിഥികളൊക്കെ തന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് എത്തിയിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്ന പോലെ തന്നെ അമിത്ഷാ ഉണ്ട്. ഒപ്പം തന്നെ പ്രധാനമന്ത്രി ആൾക്കൂട്ടത്തിനെ നോക്കി അദ്ദേഹം അഭിസംബോധന ചെയ്യുകയാണ്. വലിയ ഒരു ആൾക്കൂട്ടം തന്നെയാണ് നമുക്ക് രാംലീല മൈതാനത്തെ കാണാൻ കഴിയുന്നത്. അതിന് പുറത്തും വലിയ ആവേശം തന്നെയാണ് ഉള്ളത്. ഇന്നലെ വൈകിട്ടോട് കൂടി തന്നെ പ്രവർത്തകരൊക്കെ അവിടെ എത്തുകയും അവരുടെ ആവേശമൊക്കെ അവർ അവിടെ ആഘോഷമാക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ മോദി തരംഗം മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ആഞ്ഞടിക്കുമ്പോഴും രാജ്യതലസ്ഥാനത്ത് ചലനമുണ്ടാക്കാൻ കഴിയാത്തതിന്റെ ഒരു വലിയ വിഷമം പാർട്ടി പ്രവർത്തകർക്കൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിലൂടെ ശക്തമായി ഈ 26 വർഷത്തിന് ശേഷം വീണ്ടും രാജ്യതലസ്ഥാനത്ത് BJP ഇതാ ഭരിക്കാൻ പോകുന്നു. അതിന്റെ വലിയ ആവേശത്തിൽ തന്നെയാണ് നേതാക്കളും പ്രവർത്തകരും ഒക്കെ ഉള്ളത്. ഇന്ന് മുഖ്യമന്ത്രിക്കൊപ്പം തന്നെ മുഖ്യമന്ത്രിയായ രേഖാ ഗുപ്ത സത്യപ്രതിജ്ഞ ചെയ്യും. ഒപ്പം തന്നെ 6 മന്ത്രിമാർ കൂടി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. അതിൽ പർവേഷ് സാഹിബ് സിംഗ്, ഒപ്പം തന്നെ ആശിഷ് സൂദ, മഞ്ജിന്ദർ സിംഗ് സിർസ, ഇന്ദ്രജിത് സിൻഹ, കപിൽ മിശ്ര, പങ്കജ് കുമാർ സിംഗ് എന്നിവരാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. വിപുലമായിട്ടുള്ള सिर्फ देश नहीं, सिर्फ दिल्ली नहीं, बल्कि पूरी दुनिया आज इसका साक्षी बन रही है और आप सब जो यहाँ बैठे हैं इसका साक्षी बन रहे हैं। और आपके माध्यम से और तमाम अलग अलग प्लेटफॉर्म्स पर देश और दुनिया भर के लोग दिल्ली में इस नए इतिहास स्वर्णिम युग की शुरुआत का साक्षी बन रहे हैं। ईश्वर की असीम कृपा से आज दिल्ली एक नए इतिहास और स्वर्णिम इतिहास की रचना के लिए आगे बढ़ रही है देवियों सज्जनों। और इसमें इस देश के और इस दिल्ली के तमाम हमारे लाखों युवा, महिलाएं, अन्नदाता, किसान, गरीब, मजदूर सभी शामिल हैं और ये अवसर हम सब के लिए बहुत विशेष है। ഡൽഹി മുഖ്യമന്ത്രിയായി രേഖാ ഗുപ്ത അധികാരമേൽക്കുന്നു. ആഘോഷമാക്കുകയാണ് BJP പ്രവർത്തകർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു വേദി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അല്പസമയം മുമ്പാണ് അങ്ങോട്ടേക്ക് എത്തിയത്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, ഉപമുഖ്യമന്ത്രിമാർ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട കേന്ദ്രമന്ത്രി അമിത്ഷാ അടക്കം, രാജ്നാഥ് സിംഗ് അടക്കം പ്രധാനപ്പെട്ട BJP-യുടെ നേതാക്കൾ, കേന്ദ്രമന്ത്രിമാരൊക്കെ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ബോളിവുഡ് താരങ്ങളൊക്കെ ക്ഷണമുണ്ടെന്നാണ് പറയുന്നത്. അല്പസമയത്തിനകമുള്ള ഇതിനുശേഷം നടക്കാൻ പോകുന്ന കലാവിരുന്നിൽ അവരൊക്കെ അണിനിരക്കുമെന്ന് വേണം മനസ്സിലാക്കാൻ. സ്വാഭാവികമായും 26 വർഷത്തെ വലിയ ഇടവേളയ്ക്ക് ശേഷം അധികാരത്തിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായും അത് വലിയ ആഘോഷമാക്കും BJP. 26 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം രാജ്യതലസ്ഥാനത്ത് BJP സർക്കാർ അധികാരമേൽക്കുകയാണ്. രാംലീല മൈതാനിയിൽ വമ്പൻ സത്യപ്രതിജ്ഞ ചടങ്ങിൽ രേഖാ ഗുപ്തയ്ക്കൊപ്പം 6 മന്ത്രിമാർ അധികാരമേൽക്കാൻ പോകുന്നു. നേരത്തെ വിനിത പറഞ്ഞതുപോലെ മജീന്ദർ സിർസ, ആശിഷ് സൂദ, പങ്കജ് കുമാർ സിംഗ്,
രവീന്ദ്ര, ഇന്ദ്രജിത് സിംഗ്, കപിൽ മിശ്ര, പർവേസ് വർമ്മ എന്നിവരാണ് രേഖ ഗുപ്തയ്ക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്യുന്ന നേതാക്കൾ. പർവേസ് വർമ്മ ഉപമുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ഒരുപക്ഷെ പർവേസ് വർമ്മയുടെ പേരാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വളരെ സജീവമായി പരിഗണിച്ചു കേട്ടിരുന്നത്. അതിൽ പർവേസ് വർമ്മ ഉപമുഖ്യമന്ത്രിയാകുന്നു എന്നാണ് വിവരം. ജാട്ട്, സിഖ്, പഞ്ചാബി, ദളിത് വിഭാഗങ്ങളെ പ്രതിനിധീകരിക്കുന്നവർ മന്ത്രിമാരാകുന്നു എന്നതാണ് ഡൽഹിയിൽ നിന്നും അറിയാൻ കഴിയുന്നതും. അവിടെ രാംലീല മൈതാനിയിൽ നിറഞ്ഞു കവിഞ്ഞ ജനക്കൂട്ടം അവിടെയുണ്ട്. സ്വാഭാവികമായും BJP അവരുടെ ഈ ദീർഘവർഷം, ഒരു 1/4 നൂറ്റാണ്ടിന് ശേഷമുള്ള അധികാരലബ്ധിയെ ആഘോഷമാക്കുന്നു. ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത അവിടെ പ്രധാനമന്ത്രിക്കൊപ്പം വേദിയിൽ നിൽക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. आप सभी से अनुरोध है, आप सभी अपने अपने स्थान पर बैठें, अपना स्थान ग्रहण करें। और अब मैं अनुरोध करूंगा राष्ट्रीय राजधानी क्षेत्र दिल्ली सरकार के मुख्य सचिव श्री धर्मेंद्र कुमार जी से शपथ ग्रहण की कार्रवाई आरंभ करने के लिए। नमस्कार, मैं माननीय उपराज्यपाल महोदय से अनुरोध करता हूं कि वह मुझे शपथ ग्रहण समारोह को आरंभ करने की अनुमति प्रदान करें। मैं माननीय उपराज्यपाल महोदय से अनुरोध करता हूं कि वे गृह मंत्रालय भारत द्वारा जारी मुख्यमंत्री एवं मंत्रिपरिषद की नियुक्ति की अधिसूचना पढ़ने की अनुमति प्रदान करें। गृह मंत्रालय अधिसूचना नई दिल्ली 20 फरवरी 2025 का 891 श्रीमती राष्ट्रपति श्रीमती रेखा गुप्ता को उनके शपथ ग्रहण करने की तिथि से राष्ट्रीय राजधानी क्षेत्र दिल्ली के मुख्यमंत्री के रूप में नियुक्त करती हैं। हस्ताक्षर प्रवीण कुमार राय, संयुक्त सचिव। अधिसूचना नई दिल्ली 20 फरवरी 2025 का 892 राष्ट्रपति मुख्यमंत्री की सलाह पर निम्नलिखित को राष्ट्रीय राजधानी क्षेत्र में अपने पदों के शपथ लेने की तिथि से मंत्री के रूप में नियुक्त करती हैं। 1 श्री प्रवेश साहिब सिंह,